സംസ്ഥാനത്ത് അപകടമരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. പോലീസിന്റെയും MVDയുടെയും സംയുക്ത യോഗമായിരുന്നു മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ചേർന്നത്. എല്ലാ ജില്ലകളിലും പോലീസിന്റെയും MVDയുടെയും നേതൃത്വത്തിൽ ശക്തമായ ഗതാഗത പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചു. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായും പരിശോധന നടത്തും. അമിത വേഗത, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. അമിതഭാരം, അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ്, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് എന്നിവയിൽ കർശന പരിശോധന നടത്തും. എല്ലാ ഹൈവേ പോലീസിന്റെ വാഹനങ്ങൾ സജ്ജീകരിക്കുകയും സ്പീഡ് റഡാറുകളും ആൽക്കോമീറ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് ഹൈവേയിൽ 24 മണിക്കൂറും ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തും. സംസ്ഥാനത്തെ എല്ലാ മൈനർ ഹൈവേകളിലും റോഡുകളിലും AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ ട്രാഫിക് IGക്ക് നിർദ്ദേശം നൽകി. ഇതോടെ പോലീസ് പരിശോധന സംസ്ഥാനത്ത് ശക്തമാകും. റോഡ് എഞ്ചിനീയറിംഗ് തിരുത്തുകൾക്കും ട്രാഫിക് സുരക്ഷയ്ക്കും മെച്ചപ്പെടുത്തലുകളുമായി പ്ലാനുകൾ തയ്യാറാക്കും. റോഡിലെ അശാസ്ത്രീയ പരിശോധിക്കാൻ എല്ലാ ജില്ലകളിലും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മീറ്റിംഗുകൾ നടത്തും. ബോധവൽക്കരണത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും കാൽനട യാത്രക്കാരുടെ സുരക്ഷയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. എല്ലാ ചലാനുകളും കുടിശ്ശിക വരുത്തുന്നവർ അടയ്ക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് തീവ്ര ഡ്രൈവും ഓരോ ജില്ലയിലും പ്രത്യേക അദാലത്തും സംഘടിപ്പിക്കും. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.